ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സർക്കിറ്റ് അർത്തുങ്കൽ പള്ളിയിലേക്കാണ്. അപ്പോൾ നമ്മൾ അർത്തുങ്കൽ വരുമ്പോൾ മസ്റ്റായിട്ടും ബീച്ചിൽ വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിനിലാണ് പോകണം കേട്ടോ. നമ്മളിവിടെ നിന്ന് ട്രെയിന് നമ്മളിവിടെ ചേർത്തല പോകും. ചേർത്തലയിൽ നമ്മൾ ബസ്സോ അല്ലെങ്കിൽ ഓട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ അർത്തുങ്കൽ പള്ളിയിൽ. ട്രെയിൻ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. D2 ആയിരുന്നു നമ്മുടെ കോച്ച്. ബുക്ക് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ അതാട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ വൈറ്റിലായിട്ട് ആലപ്പുഴ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ അതിനോട് നമ്മൾ ട്രെയിൻ ചൂസ് ചെയ്തത്. അപ്പോൾ ട്രെയിനാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്, കംഫർട്ടാണ്. പിന്നെ ഇപ്പോഴത്തെ കാരണം സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും സേഫ് ട്രെയിൻ തന്നെയാണ്. ഈ അടുത്ത് ബസ്സിലുണ്ടായ ഒരു കാര്യം ഉണ്ടല്ലോ, അതൊക്കെ നടക്കാൻ കൊള്ളാത്ത കാര്യങ്ങളായിരുന്നു. അവരമ്മയുടെ കരച്ചിലൊക്കെ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ ഓടിക്കും. അപ്പോൾ ചേർത്തലയിൽ നിന്ന് അർത്തുങ്കൽ പള്ളിയിലേക്ക് ഓട്ടോ ചാർജ് വരുന്നത് 120 ആണ്. കാരണം നമ്മൾ അർത്തുങ്കൽ എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓട്ടോന് ആക്ച്വലി 120 അല്ല, 220 ആണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് ആൾക്കാർ അമ്പ് എടുത്ത് വയ്ക്കുന്നതാണ്. അർത്തുങ്കലിൽ തിരുനാൾ വരുന്നത് എല്ലാ വർഷവും ജനുവരി 10 മുതൽ 27 വരെയാണ്. പ്രധാന തിരുനാൾ വരുന്നത് ജനുവരി 20-ാം തീയതിയാണ്. പുണ്യവാളൻ്റെ ഈ തിരുസ്വരൂപം തിരുനാൾ നാളുകളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ്. പള്ളി കയറി നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോഴേക്കും കുർബാന സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പഴയ ദേവാലയം നിർമ്മിച്ചത് 1981-ലാണ്. മണ്ഡലപൂജാകാലത്ത് വ്രതാനുഷ്ഠങ്ങളോടെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ശബരിമല തീർത്ഥാടനത്തിന് ശേഷം മടക്കയാത്രയിൽ അർത്തുങ്കലിലെത്തി വിശുദ്ധ സെബസ്ത്യാനോസിനെ വണങ്ങി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചതിന് ശേഷം മാലയൂരുന്ന ഒരു ആചാരം നിലനിൽക്കുന്നു. ആ പുരാതന ആചാരം ഇന്നും തീവ്രതയോടെ തുടരുന്നു. നമ്മൾ ഇതിനു മുമ്പ് അർത്തുങ്കലിൽ വന്നിട്ടായിരുന്നു കേട്ടോ. അപ്പം അന്നെടുത്ത വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇന്ന് കണ്ടോക്കണം. തീർത്ഥാടകർക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിൻ്റെ സമയം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാകും.
ദേവാലയത്തിൻ്റെ അരികിൽ ഒരുപാട് കടകളുണ്ട്. പൊരിയും പോപ്കോണും ഈന്തപ്പഴവും അതുപോലെ വിവിധതരം മിഠായികൾ കിട്ടുന്ന കടകൾ. കടയിൽ നിന്ന് 1-2 സ്നാക്സ് വാങ്ങി ഞങ്ങൾ ബീച്ചിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ അർത്തിങ്കൽ വരുമ്പോൾ മസ്റ്റായിട്ടും ബീച്ചിൽ വരണം കേട്ടോ. നല്ല കിടിലൻ നീറ്റ് ബീച്ചാണ്. ഇപ്പോൾ പിന്നെ പെരുന്നാളിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരുപാട് കടകളുണ്ട്. ഐസ്ക്രീം കടകൾ, അതുപോലെ ഗെയിംസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ നല്ല മീൻ കിട്ടും കേട്ടോ, ഫ്രഷ് മീൻ കിട്ടും. ബീച്ചിൻ്റെ അരികിലും ഒരുപാട് കടകളുണ്ട്. ഡ്രസ്സ്, ബാഗ്, ഫുഡ് ഐറ്റംസ് എല്ലാം കിട്ടുന്ന കടകൾ. അപ്പോൾ അർത്തിങ്കൽ വരുമ്പോൾ ഇവിടെ കുറച്ച് ഗെയിംസ് ഉണ്ട് കേട്ടോ. വീൽസ് ഉണ്ട്, അതുപോലെ മരണക്കിണറുണ്ട്, അല്ല കുട്ടികൾ കളിക്കാനുള്ള ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ട്. ഓരോ റേറ്റ് കൂടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന് 10 റൗണ്ടിന് 80 രൂപയാണ്. അതുപോലെ വീൽസിന്, ജയൻറ്റ് വീൽസിന് അതിന് 80 രൂപയാണ്. രാത്രി ആയപ്പോഴേക്കും അമ്പ് പള്ളിയിലേക്ക് തിരിച്ചു കയറുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. അപ്പോൾ നമ്മുടെ തിരിച്ചുള്ള ട്രെയിൻ 8:40-നായിരുന്നു. അപ്പോൾ നമ്മൾ അർത്തിങ്കലിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടാണ്. ഓട്ടോൻ്റെ റേറ്റ് വരുന്നത് 220 തന്നെയാണ്. ഈ പ്രാവശ്യം കാഞ്ഞൂർ പെരുന്നാളിൻ്റെ 2 ദിവസത്തെ പ്രദക്ഷിണം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.